ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ അമേരിക്കയിൽ വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. പുതിയ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കുക, ഗാസയിലേക്ക് പട്ടാളത്തെ അയക്കുക, അഭയാർത്ഥികളായിട്ട് വന്ന അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവൻ പിടികൂടി പട്ടാളത്തെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് ചങ്ങലയിട്ട് വിമാനത്തിൽ കയറ്റി അവരുടെ നാടുകളിലേക്ക് അയക്കുക. ഇങ്ങനെ വല്ലാതെ അനുദിനം അനുനിമിഷം എന്ന് പറയുന്ന പോലെ തന്ത്രപരമായ ഞെട്ടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് CIA പോലും മനസ്സിലാവുന്നില്ല. CIA നിന്ന് അസാധാരണമായ ഒരു മെയില്, ക്ലാസിഫൈഡ് മെയില് വൈറ്റ് ഹൗസിലേക്ക് പോയി. CIA ഏജൻറ്റുമാരുടെ ഡീറ്റെയിൽസൊക്കെ അതിനകത്തുണ്ട്. ഞങ്ങൾക്ക് ഇത്ര ഏജൻറ്റുമാരുണ്ട്, ഇന്ന ആളുകളാണ്. ഇതൊക്കെ അണ്ടർ കവർ ഏജൻറ്റുമാരായിരിക്കും ഇവരൊക്കെ, അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും പറയാറില്ല. പക്ഷേ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ വെച്ചിട്ട് വൈറ്റ് ഹൗസിൽ പ്രസിഡൻറ്റിന് ഒരു മെയിൽ പോയിരിക്കുന്നു. വേണമെങ്കിൽ ഇതിലാരെ വേണമെങ്കിലും പിരിച്ചുവിടാം, പിരിഞ്ഞു പോകാം അവർക്ക്. അങ്ങനെ CIAയിൽ ഒരാശയക്കുഴപ്പമുണ്ടോ? അതായത് എൻ്റയർ വർക്ക് ഫോഴ്സിന് ഇപ്പോൾ ഒരു ഓഫർ കൊടുത്തിരിക്കുകയാണ്, ബൈ ഔട്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങൾ നഷ്ടപരിഹാരം വാങ്ങിച്ച് വേണമെങ്കിൽ പോയിക്കോ. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഒരു വിശ്വസ്തൻ ജോൺ റാഡ്ക്ലിഫാണ് ഇപ്പോൾ CIA ഡയറക്ടറായിട്ട് പുതിയ ആളായിട്ട് വരുന്നത്. അപ്പോൾ അടിമുടി ഒന്ന് പരിഷ്കരിക്കണം എന്നുണ്ടായിരിക്കും. പിന്നെ ഈ ഇൻ്റലിജൻസ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വിശ്വസ്തർ തന്നെ വേണമല്ലോ. അതെ അതെ. അപ്പോൾ ഇതിങ്ങനെ വളർന്ന് തഴച്ച് കൊഴുത്ത് കഴിയുമ്പോൾ ഒരു അൺവീൽഡി ആവും, കൺട്രോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇവരുടെ വിശ്വസ്തർ മാത്രമുള്ളൊരു കൂട്ടരെയാണ് ഇനിയിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനായിരിക്കും ലിസ്റ്റ് അയച്ചു കൊടുത്തിരിക്കുന്നത്, ലിസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ടിക്ക് ചെയ്ത് വേണ്ടപ്പെട്ടവരെടുക്കും. അല്ലാത്തവരെ അല്ലാത്തവർക്ക് പറഞ്ഞ് പുറത്തു പോകാം, പക്ഷേ വെറുതെ പോകണ്ട, അതിന് നിങ്ങൾക്ക് അതെ ആ ചില്ലറ എന്താണെന്ന് വെച്ചാൽ പിടിച്ചോ, എന്നിട്ട് നിങ്ങൾ പിരിഞ്ഞോ എന്നുള്ള രീതിയിൽ. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ പറയുന്ന റാഡ്ക്ലിഫിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ആൾക്കാർ, വിശ്വസ്തരായ ആൾക്കാർ, ട്രംപിൻ്റെ ഇൻട്രസ്റ്റ് സെർവ് ചെയ്യുന്ന ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഷെയർ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളൊരു മാത്രം മതി എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ എൻ്റയർ വർക്ക് ഫോഴ്സിന് ബൈ ഔട്ട് എന്നുള്ള ഓഫർ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വോളണ്ടറി റിട്ടയർമെൻറ്റ്. അല്ല, ഒരു അസാധാരണമാണ്. ഒരു ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ചാരസംഘടനയാണ് CIA. അതിലെ മുഴുവൻ പേരോടും വേണമെങ്കിൽ പിരിഞ്ഞു വെക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നേന്ന് തുടങ്ങണ്ടേ? ഒന്നേന്ന് തുടങ്ങണം, പക്ഷേ കുറേ പേര് പോകുമായിരിക്കില്ല എന്ന് നമുക്ക് അതായിരിക്കും ലിസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നിലനിർത്തേണ്ടവരെ നിലനിർത്തും. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റായിട്ട് ഒന്ന് വൃത്തിയാക്കി ഒന്ന് പ്രൂൺ ചെയ്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇതിങ്ങനെ വളർന്ന് താഴ്ച കൊഴുത്തുന്നതുകൊണ്ട് കാര്യമില്ല. ഒന്ന് ഷേപ്പിലാക്കി, സൈസിലാക്കി, വിശ്വസ്തരെ മാത്രം ഉൾക്കൊള്ളിച്ച് ആ രീതിയിൽ ഈ CIA മാറ്റുക എന്നുള്ളതായിരിക്കണം ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന വലിയൊരു മാറ്റം അതിൽ വരാൻ പോവാണ് CIAയിൽ. പഴയ പോലെ ആയിരിക്കില്ല. പിന്നെ പുതിയതായിട്ടിപ്പോൾ ജോലിക്ക് റിക്രൂട്ട് ചെയ്ത ആൾക്കാരെയും അവർ ഒന്നുകൂടി ഒക്കെ നോക്കിയിട്ട് പറ്റുന്ന ആൾക്കാരാണോ എന്ന് നോക്കിയിട്ട് ഇനിയിപ്പോൾ അവർ നിലനിർത്താനായിട്ട് സാധ്യതയുള്ളൂ. ഏതായാലും ഇങ്ങനത്തെ വോളണ്ടറി റിഡൻഡൻസി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഇങ്ങനെ ഒരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ചിലപ്പോൾ മറ്റ് മേഖലകളിലേക്കും വ്യാപിക്കാൻ സാധ്യത. മറ്റു മേഖലകൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ മറ്റ് തൊഴിൽ, പക്ഷേ CIA എന്ന ചാരവൃത്തി ചെയ്യുന്നവരാണ്. അത് പ്രത്യേകമായി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് വേണ്ടത്. അങ്ങനെയുള്ള ആളുകളോട് കൂട്ടത്തോടെ പിരിഞ്ഞു പോകാൻ പറയുന്നത് ലോകത്തിൽ കേട്ടുകേടുമില്ലാത്തായിരിക്കും. കാരണം ഇതൊരു സംവിധാനമാണല്ലോ. പക്ഷേ എനിക്കൊന്ന് ട്രംപിന് ഈ സംശയം വരാൻ കാരണം ക്യാപിറ്റോൾ ആക്രമണം നടന്നല്ലോ. ട്രംപ് പരാജയപ്പെട്ടതിന് ശേഷം അവിടെ ക്യാപിറ്റോളിൽ അദ്ദേഹത്തിൻ്റെ പരാജയം ട്രംപ് അംഗീകരിച്ചില്ല. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ക്യാപിറ്റോളിൽ ഇരച്ചു കയറി കുറേ ആക്രമണങ്ങൾ നടത്തി. അതിൻ്റെ റിപ്പോർട്ട് പിന്നെ വന്നപ്പോൾ ട്രംപ് പറയുന്നത് അന്ന് ആക്രമണം നടത്തിയതിൽ FBI ഏജൻറ്റുമാരുണ്ടായിരുന്നു, പിന്നെ IS പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ ആളുകളുണ്ടായിരുന്നു എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിന് എന്തെങ്കിലും വിവരമില്ലാതെ പറയത്തില്ല. അപ്പോൾ FBI എന്ന് പറയുന്ന അമേരിക്കയുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള നമ്മുടെ CBI നിൽക്കുന്ന പോലെ രാജ്യത്തിനകത്തെ കാര്യങ്ങൾ നോക്കുന്ന ഏജൻസിയാണ്. അതിൽപ്പെട്ട ആളുകൾ ട്രംപിൻ്റെ ആളുകൾ നടത്തിയ കലാപത്തിൻ്റെ കൂടെ ചേർന്ന് ട്രംപിനെ വല്ലാതെ മോശമാക്കി ട്രംപിൻ്റെ തലയിലേക്ക് കുറ്റം ചാർത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളിൽ പോലും തൻ്റെ വിരുദ്ധരായ, തന്നോട് താല്പര്യമില്ലാത്ത, തന്നെ കുടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് ട്രംപ് സംശയിക്കുന്നു. അതുകൊണ്ടാണ് FBI പേരെടുത്ത് പറഞ്ഞു. ഈ CIAയിലും ഒരുപക്ഷെ ട്രംപിൻ്റെ താല്പര്യങ്ങൾ, ട്രംപിന് ഇതുവരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരിൽ പ്രത്യേകിച്ച് ബൈഡൻ എടുത്തതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, രാപ്പകൽ വ്യത്യാസമുള്ള പദ്ധതികളാണ് മുന്നിലുള്ളത്. കാരണം ഈ 20-ാം തീയതി വന്നിട്ട് ഇപ്പോൾ ഇന്ന് 20 ആയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 6-ാം തീയതി. കേവലം 16 ദിവസം കൊണ്ട് തന്നെ ലോകത്തിൻ്റെ
ശ്രദ്ധ പിടിച്ചു പറ്റുന്ന, ലോകത്തിൻ്റെ പല എക്കോസിസ്റ്റത്തിൽ വലിയ മാറ്റം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ട്രംപ് ചെയ്തു കഴിഞ്ഞു. ഇനി 4 വർഷം ബാക്കി കിടക്കുക. അപ്പോൾ അതിന് ഏറ്റവും പുള്ളിയെ എക്യുപ്പ് ചെയ്യേണ്ട ഒരു സംഗതി CIA ആണ്, അമേരിക്കൻ ചാരസംഘടന. ഈ കാര്യം ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത് നെതന്യാഹുവാണ്. അദ്ദേഹം അന്ന് അവിടെ പോയി മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് 2 ആഴ്ച കൊണ്ട് ട്രംപ് ചെയ്തത് മറ്റു പലരും 4 കൊല്ലം കൊണ്ട് അവരുടെ ടൈം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ചെയ്ത് തീർക്കാറില്ല. അത്രയധികം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതാണ് കറക്റ്റാണല്ലേ? ആലോചിച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമാണ്. എത്ര പെട്ടെന്നാണ് ലോകത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം മാറിയത്. കംപ്ലീറ്റ് മാറി. എല്ലായിടത്തും ഒരു വലിയ മൂകത തളം കെട്ടി കിടക്കുകയാണ്. അപ്പോൾ ട്രംപിന് ഇനിയുള്ള ആക്ഷൻ പ്ലാൻ കൊണ്ടുപോകണമെങ്കിൽ, ലോകത്തിൻ്റെ പല ഭാഗത്തും ട്രംപിൻ്റെ ഇടപെടലുകൾ നടത്തണമെങ്കിൽ CIA വളരെ ഫലവത്തായിട്ട് ശക്തമായി കൂടെ നിൽക്കണം. അപ്പോൾ അതിനിപ്പോൾ മാത്രമല്ല നല്ല വിശ്വസ്തന്മാരെ തന്നെ. അതെ, അതിന് പറ്റുന്നൊരു സിസ്റ്റം ഇപ്പം ഈ ഏജൻസിക്കകത്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇതിലെ മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് എടുത്തിട്ട് അതിൽ പോകേണ്ടവർക്ക് പോകാം എന്ന് പറയുന്നത്. അപ്പോൾ ട്രംപ് ഇതിൽ ചിലരെ പ്രത്യേകം ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്ന് ഡ്രഗ് കാർട്ടലാണ്. ഈ ഡ്രഗ് കച്ചവടം അമേരിക്കയിൽ കൊണ്ടുവന്നിട്ട് പല സൗത്ത് അമേരിക്കൻ കൺട്രീസിൽ നിന്ന് പലയിടത്തുനിന്നും കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഡ്രഗ് കാർട്ടലാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ ഫണ്ട് സോഴ്സ്. അതെ നമ്മൾ കേൾക്കുമ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ ആദർശം മാത്രമേ കേൾക്കണം. ഫണ്ട് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത് മയക്കുമരുന്നിലൂടെയാണ് ഡീപ് സ്റ്റേറ്റിന് ഫണ്ടാവുന്നത്. നമുക്കറിയാലോ ജോർജ് സോറോസിന്, അയാൾക്ക് മയക്കുമരുന്നാണ്. അയാൾ കൊളംബിയൻ ഡ്രഗ് കാർട്ടലുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മ്യാൻമറിൽ വന്നിട്ട് പോപ്പി കൃഷിയുടെ വലിയ വ്യാപാരം നടത്തി. അതിനുശേഷം അവിടെ തകർന്നപ്പോഴത്തേക്ക് അവിടെ ജുണ്ട ആർമി അധികാരത്തിൽ വന്നപ്പോൾ ഇയാളുടെ കച്ചവടം നടക്കാൻ വന്നപ്പോഴാണ് പതുക്കെ മണിപ്പൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കുക്കി മേഖലകളിൽ വലിയ തോതിൽ പോപ്പി കൃഷി ഉണ്ടാക്കി. അത് ബിരാൻ സിംഗിൻ്റെ സർക്കാർ വന്നപ്പോൾ ഏതാണ്ട് 20,000 ഹെക്ടറിലെ പോപ്പി കൃഷി നശിപ്പിച്ച് ഉടൻ മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അത് ഈ കൊളംബിയയിലെ അതിഭയാനകമാണ് ഡ്രഗ് കാർട്ടിൽ. ഒരിക്കൽ ഞാൻ ഹിന്ദുവിലൊരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് കണ്ടിരുന്നു. അദ്ദേഹം ഹിന്ദുവിൻ്റെ റിപ്പോർട്ടർ കൊളംബിയയിൽ പോയിട്ട് അവിടെ ഒരാളായിട്ട് നേതാവായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഒരു കാറിൽ ഒരു യാത്ര ചെയ്യണം റോട്ടിക്കൂടെ. അപ്പോൾ ഈ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടറോട് ചോദിക്കുകയാണ്, ഞങ്ങളെങ്ങനെ പോലീസുകാരൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് പോണ വഴിക്ക് ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ അങ്ങ് വെടി വെച്ചാൽ അയാൾ അവിടെ മരിച്ചു വീണു. ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര ശക്തമാണ് ഈ കൊളംബിയയിലെ ഡ്രഗ് കാർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശക്തികളെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കൊളംബിയയിൽ ഡ്രഗ് കാർട്ടൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സുന്ദരിയുടെ പേരും ചിത്രവുമാണ്. ആ സുന്ദരിയുടെ അടുത്ത കൂട്ടുകാരൻ നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ അതുകൊണ്ട് അങ്ങനെ ന്യൂസ് ഉണ്ട്. പിന്നെ ട്രംപ് ലക്ഷ്യം വെക്കുന്ന ട്രേഡ് വാറാണ് ചൈനയായിട്ട് എന്തായാലും ഒരു തീരുമാനത്തിലെത്തണം. രണ്ടും കൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ചൈനയെ ഒന്ന് നിലയ്ക്ക് നിർത്തണം എന്ന് അദ്ദേഹത്തിന് വളരെ ശക്തമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അല്ല, ഇതെല്ലാം വേണമെങ്കിൽ CIA വേണം. അതെ, CIA വേണം. ആ CIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട പോലെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന, അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്. അല്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതിൽ അദ്ദേഹം പറയുന്നത് അതേപടി ക്യാരി ഔട്ട് ചെയ്യുന്ന ആൾക്കാരെ, ശിരസാ വഹിക്കുന്ന ആൾക്കാരെയാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും ഇനിയിപ്പോൾ CIA വരിക. അല്ല, CIA എന്ന് പറയുമ്പോൾ തന്നെയും അതൊരു സൈനിക വിഭാഗം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് റോ ഉണ്ട്, ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ സേനയുടെ ഒരു ഭാഗം തന്നെയാണ്. അവർ യൂണിഫോം ഇട്ട് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും ഈ CAയിലും നമ്മുടെ IBയിലാണെങ്കിലും റോയിലും ഒക്കെ വരുന്നവർ നമ്മുടെ ആർമിയിൽ നിന്നുൾപ്പെടെ റിക്രൂട്ട് ചെയ്ത് വന്നിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ കേരള പോലീസിലെ ഹോർമിസ് തരകൻ, അദ്ദേഹം റോയുടെ ഡയറക്ടറായിരുന്നു. അപ്പോൾ വിവിധ സായുധ സേനകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകളും ഇത്തരം ഏജൻസികളിലുണ്ട്. അപ്പം CAയിൽ ഉള്ളതും പട്ടാളത്തിൽ നിന്ന് വന്നവരുണ്ടാവും, FBI-കാരുണ്ടാവും, ഡയറക്ടർ റിക്രൂട്ടീസ് ഉണ്ടാവാം. ഇവരെല്ലാം ചേർന്നിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു സേന തന്നെയാണ്, ഒരു സേനാ വിഭാഗം തന്നെയാണ് CIA എന്ന് പറയുന്ന അമേരിക്കയുടെ ഈ ചാരസംഘടന എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഏജൻസി. അതിലുള്ള അങ്ങനെ ഒരു ഏജൻസിയിലുള്ള മുഴുവൻ പേരുടെയും ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ കൂട്ടത്തോടെ പൊക്കോളൂ എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്താദ്യമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഗാസ ഇനി എൻ്റെയാണ്, ഞാനതിങ്ങെടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെ വലിയ വാർത്തയാവേണ്ടതായിരുന്നു ഒരു രഹസ്യാന്വേഷണ ഏജൻസിയിലുള്ള മുഴുവൻ പേരോടും വേണമെങ്കിൽ പിരിഞ്ഞു വെക്കോളൂ എന്ന് പറയുന്നത്. ആ ഗാസ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നിലാണെന്നാണ് ഇപ്പോൾ ഇത്. അതെ, ഇത് രണ്ടും കൂടെ കണക്റ്റഡാണ്. ഇതെല്ലാം തമ്മിൽ പരസ്പര ബന്ധമാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇത് വാർത്തയായിട്ട് വന്നിട്ടില്ല, ആർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്തൊരു പ്രശ്നമുണ്ട് അതിൽ. ലോകത്തിലെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ആളുകളുടെ മുഴുവൻ പട്ടിക വിളിച്ചു വരുത്തിയിട്ട് പിരിഞ്ഞു വെക്കോ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ട്രംപ് ഈസ് ഗോയിങ് ടു റാഡിക്കലി ഡൗൺ സൈസ് CIA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്ന് പ്രൂൺ ചെയ്ത് ഒരു ഷേപ്പിലാക്കി നിർത്താതെ ഇങ്ങനെ താഴ്ച കൊഴുത്ത് വളർന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ദുർമേധസ് കളയുക. ദുർമേധ എക്സാക്ട്ലി.
അത് തന്നെ ദുർമേധസ് കളയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദർ ഷുഡ് ബി എഫിഷ്യൻസി ആൻഡ് ഫ്രൂഗാലിറ്റി. അപ്പോൾ അതിന് ഈ ദുർമേധസ് ഒന്ന് ട്രംപിന് വേണ്ടത് പുതിയ ലോകമാണ്, പുതിയ അമേരിക്കയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കുന്തമുനയായ CIA ഒരു പുതിയ CIA വേണം. അതിനുള്ള പണിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പം പുതിയ ലോകമാണ് അമേരിക്കയുടെ സ്വപ്നം, ട്രംപിൻ്റെ സ്വപ്നം. ആ സ്വപ്നം നമ്മളെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.